പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മുടെ 30 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണി തുടരുകയാണ്. ഇന്ന് 9ാമത്തെ ദിവസം. ടുഡേ വി ആർ എക്സ്പ്രസിംഗ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് മെൻറ്റേഴ്സ്. താങ്ക് യു ഫോർ ഗൈഡിങ് മീ ആൻഡ് ബിലീവിങ് ഇൻ മീ. എ ഗുഡ് ടീച്ചർ ടീച്ചേഴ്സ്, എ ഗ്രേറ്റ് മെൻറ്റർ ഇൻസ്പയർസ്. താങ്ക് യു ഫോർ മേക്കിംഗ് ഡിഫറൻസ്. നമ്മൾക്ക് എല്ലാവർക്കും വളരെ ചെറുപ്പം തൊട്ടേ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ? നമ്മളുടെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മളെ പെൻസിൽ പിടിക്കാൻ പഠിപ്പിച്ചതും എഴുതാൻ പഠിപ്പിച്ചതും അക്ഷരങ്ങളെ ശുദ്ധിയോടുകൂടി ഉച്ചരിക്കാൻ പഠിപ്പിച്ചതും ടീച്ചേഴ്സ് അല്ലേ? ആ അധ്യാപകർക്കായി നമുക്ക് നന്ദി പറയാം. ഒന്ന് കണ്ണടച്ച് ഓർത്തു നോക്കൂ, ആരെയൊക്കെയാണ് ഓർമ്മ വരുന്നത്? മാത്സ് ടീച്ചറെയാണോ, സയൻസ് ടീച്ചറെയാണോ, അതോ വലുതായപ്പോൾ നമ്മളെ നേർവഴിക്ക് നടത്തിയ ഗുരുക്കന്മാരെയാണോ? എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയാം. ഹൃദയം കൊണ്ട് കൂപ്പുകൈ നൽകാം. Today's affirmation: I am grateful for the teachers and mentors who have guided, encouraged, and inspired me. Their wisdom continues to help me grow and succeed. നമുക്കൊരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ആദ്യം ടീച്ചറിനെ ഇഷ്ടപ്പെടണം എന്നൊക്കെ പറയല്ലേ? ചില ടീച്ചേഴ്സിനെ ഒരുപാട് ഇഷ്ടമാവും. ഇന്നലെ ഒരു കാര്യം ഉണ്ടായി. എൻ്റെ അനിയത്തി ടീച്ചറാണ്. അപ്പോൾ അനിയത്തിക്ക് കിട്ടിയ ഒരു ലെറ്റർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. എൻ്റെ ടീച്ചർ എൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട്. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി, കണ്ണുകൾ നിറഞ്ഞു. പലരുടെയും മനസ്സിൽ നമ്മളുടെ അധ്യാപകരെല്ലാം ദൈവമാണ് അല്ലേ? എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയാണ്. നമുക്ക് ആദ്യാക്ഷരം പകർന്നു തന്നതും നമ്മളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയതും നമ്മുടെ അധ്യാപകരല്ലേ? പലപ്പോഴൊക്കെ നമ്മുടെ ശക്തിയെപ്പറ്റി നമ്മൾ ഡൗട്ട്ഫുള്ളായിട്ട് ഇരുന്നപ്പോഴും നമ്മളെ മുന്നോട്ട് നയിച്ചത് അവരുടെ സ്നേഹമാണ്, അവരുടെ സപ്പോർട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ആദ്യ ഗുരു നമ്മുടെ അമ്മ തന്നെയായിരിക്കും അല്ലേ? എൻ്റെയും ആദ്യത്തെ ഗുരു അമ്മ തന്നെയാണ്. അമ്മയിൽ നിന്ന് തുടങ്ങാം നമ്മുടെ ലേണിംഗ് പ്രോസസ്സ്. കറക്റ്റ് അല്ലേ? ആദ്യാക്ഷരം പഠിപ്പിച്ചതും, പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഒരു മലയാളം ടീച്ചറാണ്. അപ്പം ആദ്യമായി കവിതകൾ എന്നിലേക്ക് പകർന്നു തന്നത് അമ്മയാണ്. മലയാള കവിത്രയത്തെക്കുറിച്ചും, ഞാൻ മലയാളം മെയിനെടുത്ത് പഠിച്ച ആളൊന്നല്ല, പക്ഷെ മലയാള കവിത്രയത്തെക്കുറിച്ചും എല്ലാം, ശബ്ദധാരാവലി എന്തെന്നും പുരാണിക് എൻസൈക്ലോപീഡിയ എന്തെന്നും ഞാൻ ആദ്യമായി അറിഞ്ഞത് ഗുരുവായ അമ്മയിൽ നിന്നാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയല്ലേ? നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കും. അതുപോലെ ഡാൻസ് പഠിക്കാൻ ആദ്യമായി ഇൻട്രസ്റ്റ് കിട്ടിയതും അമ്മയിൽ നിന്നാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അപ്പോൾ ഇപ്പോഴും അമ്മ പാടിയ കവിതകൾ മനസ്സിലുണ്ട്. കവി ആരെന്നോ കവിത ഏതെന്നോ ഒന്നും മനസ്സിൽ അറിഞ്ഞില്ലെങ്കിലും ഒരുപക്ഷെ ആ വരികൾ, ഈണം എല്ലാം മനസ്സിലുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗുരു ക്ലാസ് റൂമിൽ നിന്ന് വിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ അച്ഛനിൽ നിന്ന് പഠിക്കും. നമ്മളെ ചെറുപ്പത്തിൽ തൊട്ടേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് നമ്മുടെ അച്ഛനാവും. എന്നെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചത് അച്ഛനാണ്. എത്ര പ്രാവശ്യം വീണാലും ജിതാ നിനക്ക് പറ്റും, യു ക്യാൻ ഡൂ ദിസ് എന്നുള്ള ആ ഒരു സ്ട്രെങ്ത് തന്നത് എൻ്റെ അച്ഛനാണ്. നിങ്ങൾക്ക് ഓരോരുത്തരും ആലോചിക്കുമ്പോൾ ഓർമ്മ വരില്ലേ, ടീച്ചേഴ്സ് കൂടാണ്ട് വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്തതെന്ന് അല്ലേ? നമ്മൾ പഠിക്കാനായിട്ടുള്ള കൂടുതൽ ഇൻസ്പിറേഷൻ, അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് നയിക്കാനുള്ള ശക്തി നൽകുന്നത് ടീച്ചേഴ്സിൻ്റെ, അധ്യാപകരുടെ, നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ, നമ്മുടെ പാരൻസിൻ്റെ. പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് പോലെ തന്നെയാണ് പാരൻറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമ്മളെ നയിക്കാനായി നമ്മളെ ഹെൽപ്പ് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും നമുക്ക് നന്ദി പറയാം. നമ്മൾ സയൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സയൻസ് ടീച്ചറെ ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കും. നമുക്ക് മലയാളം ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മലയാളം ടീച്ചർ ഇഷ്ടപ്പെട്ട് ഉണ്ടാവും അല്ലേ? എനിക്ക് ഇപ്പോഴും എന്നെ ഡിഗ്രിക്ക് പഠിപ്പിച്ച മലയാളം ടീച്ചറുടെ കവിത അറിയാം, ഓട്ടോവിൻ പാട്ട്. ആ കവിത കേൾക്കുമ്പോൾ തന്നെ ടീച്ചറുടെ മുഖം ഓർമ്മ വരിക. അപ്പം അതുപോലെ തന്നെ നാടകങ്ങൾ, ടീച്ചർമാരുടെ മുഖത്തുനിന്ന് ആ നാടകങ്ങൾ എക്സ്പ്രഷനോട് കൂടെ പറഞ്ഞിട്ടുള്ള ടീച്ചേഴ്സ്. ഒരിക്കലും നാടകത്തിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ മിസ്സിൻ്റെ മുഖത്ത് എക്സ്പ്രഷനായിരിക്കും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക അല്ലേ? ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ
എത്ര എക്സ്പ്രഷനോട് കൂടിയിട്ടാണ് ഇംഗ്ലീഷ് മാം പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മളൊരു ടീച്ചറായപ്പോൾ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്കൊക്കെ എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ ചിത്രം വരച്ചു തരുമായിരുന്നു, ജിത മിസ് എന്ന് പറഞ്ഞിട്ട്. സോ ഐ കീപ് ഇറ്റ് ആസ് പ്രഷ്യസ് ഗിഫ്റ്റ് ഫ്രം മൈ സ്റ്റുഡൻസ്. ഇപ്പോഴും എൻ്റെ ഡയറിയിൽ നോക്കുമ്പോൾ എന്താ എൻ്റെ പടം വരച്ചത് പെൻസിൽ കൊണ്ട്, കുഞ്ഞു കുട്ടികളാണ് എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ, ചെറിയ കുട്ടികളാണ്, 5ലും 6ലും 7ലും 8ലും 9ലും പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ വരച്ചു തന്ന പഠിച്ചിരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ വരച്ചു തന്ന പിക്ചേഴ്സ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നില്ലെങ്കിലും ഐ കെപ്റ്റ് ഇറ്റ് ആസ് ട്രഷേഴ്സ്. അതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള അനുഭവങ്ങൾ, നമ്മൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകൾ, നമ്മൾ വരച്ച കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരുപാട് ടീച്ചേഴ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കാം. നമ്മളെ ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ടായിരിക്കാം. എല്ലാവർക്കും നമ്മൾക്ക് നന്ദി പറയാം. ചില സമയത്ത് നമ്മൾ ടീച്ചേഴ്സിനോടുള്ള ഒരു ഇഷ്ടം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യില്ല. സയൻസ് ടീച്ചറാവട്ടെ, ബയോളജി ടീച്ചറാവട്ടെ, ചിലർക്ക് ചില സബ്ജക്ട്സിനെ ആലോചിക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് ഓർമ്മ വരില്ല. നമുക്കൊക്കെ പലപ്പോഴും എൻവയോൺമെൻറ്റൽ സയൻസ് ടീച്ചേഴ്സ്, MSc ഒക്കെ പഠിക്കുമ്പോൾ എൻവയോൺമെൻറ്റൽ സയൻസ് മറക്കാൻ പറ്റുണ്ടായിരുന്നില്ല ടീച്ചേഴ്സിൻ്റെ മുഖം. ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് കോട്ട്: ടീച്ചേഴ്സ് ഷെയർ നോളേജ് ബട്ട് മെൻറ്റേഴ്സ് ഇൻസ്പയർ ഗ്രോത്ത്. ബോത്ത് ലീവ് ഫുട് പ്രിൻറ്റ്സ് ഓൺ അവർ ഹാർട്ട്സ് ദാറ്റ് ലാസ്റ്റ് എ ലൈഫ് ടൈം. പിന്നെ വലുതായപ്പോഴാണ് ടീച്ചിങ്ങും മെൻറ്ററിങ്ങും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായത്. പിന്നെ മനസ്സിലായി നമ്മളെക്കാൾ മുതിർന്നവരാവണമെന്നില്ല നമ്മുടെ ടീച്ചേഴ്സിന്. ഇതൊക്കെ ഒരു തിരിച്ചറിവാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പല അറിവുകളും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരിൽ നിന്നും നമ്മൾ പഠിക്കും. ഞാനിപ്പോൾ 2-3 കോഴ്സുകൾ എടുത്തപ്പോൾ നമ്മൾ ഗുരുവായി മനസ്സിൽ കൊണ്ട് നടന്ന് നമ്മൾ അഡ്മയർ ചെയ്തു പോകും ചില സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ. സോ ദേ ആർ മെൻറ്റേഴ്സ്, ദേ ഹെൽപ്പ് us ടു ഗ്രോ. കറക്റ്റ് എവിടെയാണ് നമ്മൾ ഗ്രോ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. ടുഡേയ്സ് റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ: ഹൂ ഈസ് എ ടീച്ചർ ഓർ മെൻറ്റർ ഹൂ ഹാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ഇൻ മൈ ലൈഫ്? ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരാണ്? എനിക്കൊക്കെ ആലോചിക്കുമ്പോൾ കുറേ ടീച്ചേഴ്സിനെ ഓർമ്മ വരും കേട്ടോ. ചിലർക്ക് ഇതുപോലെ കുറേ ടീച്ചേഴ്സിനെ ഓർമ്മ വരും. എനിക്ക് ധാരാളം ടീച്ചേഴ്സിനെ മനസ്സിൽ ഇപ്പം ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അതുപോലെ വാട്ട് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ ലെസൺ ഐ ഹാവ് ലേൺ ഫ്രം ദം? സബ്ജക്റ്റ് നോളേജ് ആവണമെന്നില്ല, നമ്മൾ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കാണണം എന്ന് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ടാവും. പണ്ട് ഒരു പുസ്തകം പൊതിയുമ്പോൾ പുസ്തകം ഇങ്ങനെയല്ല പൊതിയണ്ടേ ജിത്ത എന്ന് പറഞ്ഞു തന്ന ടീച്ചർ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അതുപോലെ അത് നമ്മളൊരു ലൈഫ് ലെസൺ തന്നെയാണ്. ഇങ്ങനെയല്ല, കറക്റ്റായിട്ട് എങ്ങനെയാണ്, അതുപോലെ പുസ്തകം പിടിച്ച് എങ്ങനെയാണ് വായിക്കണമെന്ന്, ബാക്ക് സപ്പോർട്ട് എങ്ങനെ കയ്യിൽ കൊടുക്കണമെന്ന് എനിക്കൊരു സിസ്റ്ററാണ് പറഞ്ഞു തന്നത്, ടീച്ചറാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ലൈഫ് ലെസൺസ്, ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു സംവൺ ഹൂ ഹാസ് ഗൈഡഡ് മീ? എന്നെ ഗൈഡ് ചെയ്ത ഒരാൾക്ക് ഞാൻ എങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം? ചിലപ്പോൾ നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ഒരുപാട് വയസ്സായിട്ടുണ്ടാവും. ഒരു ഫോൺ കോൾ മതി അവർ ഹാപ്പി ആവാൻ, അല്ലേ? നമ്മൾ ക്ലാസ് റൂമിന് പുറത്തും അവരെ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം, അവരുടെ ഹെൽത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി. അങ്ങനെ നമുക്ക് ഇൻഡയറക്റ്റ്ലി നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യാം. നമ്മളെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച ടീച്ചേഴ്സ് മുതൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്ത ടീച്ചേഴ്സ്, അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മളെ നിരന്തരം മെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെൻറ്റേഴ്സ്, ഇതിൽ ഇഷ്ടം പോലെ മെൻറ്റേഴ്സ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അവരോടൊക്കെ നമ്മൾ നന്ദിയോടുകൂടി ഓർക്കാം. ഇന്ന് ഞാൻ എൻ്റെ അധ്യാപകർക്കും മാർഗദർശകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിലെ അറിവും പ്രചോദനവും ദിശാബോധവും നൽകുന്ന വിലമതിക്കാനാവാത്ത വ്യക്തികളാണ് അവർ. നമ്മളിലെ കഴിവുകൾ തിരിച്ചറിയാനും വളർത്താനും സഹായിക്കുന്നവരാണ് അധ്യാപകരും മെൻറ്റർമാരും. ശരിയല്ലേ? നമ്മളിൽ ഓരോരുത്തരിലും ഒരുപാട് കഴിവുകളുണ്ട്. പലപ്പോഴും നമുക്കൊന്നും മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ ഓരോരുത്തരിലും ഉള്ള കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓരോരുത്തരോടും നമുക്ക് നന്ദി പറയാം. അവർ പുസ്തകങ്ങളിലെ അറിവ് മാത്രം പകർന്നു തരുന്നില്ല, ജീവിതത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട പാഠങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. പുസ്തകങ്ങളിലുള്ള അറിവുകൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ട്രഷേഴ്സ് ഓഫ് നോളേജ്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് അവർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ വിലപ്പെട്ട പാഠങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും വെല്ലുവിളികളെ നേരിടാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും അവർ നമ്മെ പ്രേരിപ്പിക്കുന്നു. എൻ്റെ വളർച്ചയിലും വിജയങ്ങളിലും പങ്കുവഹിച്ച എല്ലാ അധ്യാപകർക്കും
മാർഗദർശകർക്കും ഞാൻ നന്ദിയുള്ളവനാണ്. അവരുടെ ഉപദേശങ്ങളും പ്രോത്സാഹനവും എൻ്റെ ജീവിതയാത്രയെ കൂടുതൽ അർത്ഥവത്താക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു വാക്കുപോലും ജീവിതം മാറ്റിമറിക്കുന്ന പ്രചോദനമാകാറുണ്ട്. ഇന്ന് ഞാൻ എന്നെ പഠിപ്പിച്ചവരെയും നയിച്ചവരെയും പ്രോത്സാഹിപ്പിച്ചവരെയും ഓർക്കുന്നു. അവരുടെ സമയം, ക്ഷമ, കരുതൽ, അറിവ് എന്നിവയ്ക്കായി ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എന്നെ പഠിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത എല്ലാ അധ്യാപകർക്കും മാർഗദർശകർക്കും ഞാൻ നന്ദിയുള്ളവനാണ്. അവരുടെ അറിവും മൂല്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. നമ്മൾക്ക് അവർ പകർന്നു തന്ന അറിവ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് മാത്രമല്ല, നമ്മളുടെ വരും തലമുറയിലേക്കും അപ്ലിക്കബിൾ ആണ് അല്ലേ? നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലേക്കും ആ പ്രകാശം പകരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളെ നാമാക്കിയ ഓരോ അധ്യാപകർക്കും ഓരോ മെൻറ്റേഴ്സിനും നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ഈ വിഷയം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നാളെ പുതിയ വിഷയവുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. എന്നെ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഓരോരുത്തരും ഓരോ ജീവിത സന്ദർഭങ്ങളിലൂടെ കടന്നു പോയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ലൈഫിൽ ഷോർട്ട് ടേമിൽ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു പോകുന്ന കുറേ വ്യക്തികളുണ്ടല്ലേ, കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി പറയാം. ആത്മീയ ജ്ഞാനം പകർന്നു തരുന്ന ഗുരുക്കന്മാരുണ്ട്. അങ്ങനെ പല മേഖലകളിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. കായിക മേഖലകളിൽ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. സബ്ജക്ട്സ് പഠിപ്പിച്ചത്, ആർട്ട് പഠിപ്പിച്ചത്, അതുപോലെ തന്നെ സംഗീതം പഠിപ്പിച്ചത്, ഡാൻസ് പഠിപ്പിച്ചത്. അതിനെ ഓർത്ത് നോക്കൂ, എത്ര അധ്യാപകരുടെ മുഖങ്ങളാണ് മുന്നിൽ വരുന്നത്. എത്ര അധ്യാപകർക്കാണ് നാം നന്ദി പറയേണ്ടത് അല്ലേ? നമ്മുടെ ഉള്ളിലെ ഓരോ കഴിവുകളും തിരിച്ചറിഞ്ഞ് നമ്മളെ നാമാക്കി മാറ്റിയ എല്ലാ അധ്യാപകർക്കും നന്ദി, നന്ദി, നന്ദി.